എല്ലാ കൂട്ടുകാർക്കും ഗ്രാമർ പഠന ക്ലാസ്സിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ചോദ്യമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദ്യമുണ്ടാക്കുക, പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെയാണ് ചോദ്യമുണ്ടാക്കുക എന്ന് നോക്കാം. നീ പോവാറുണ്ടോ, നീ പഠിക്കാറുണ്ടോ, നീ കാണാറുണ്ടോ, ആവാറുണ്ടോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട്. ഇത് പ്രസൻറ്റ് ചോദ്യമാണ്. ആവാറുണ്ടോ, പോവാറുണ്ടോ, പഠിക്കാറുണ്ടോ, കാണാറുണ്ടോ, സംസാരിക്കാറുണ്ടോ, ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ഹാബിച്വൽ ആക്ഷൻ അതിനെക്കുറിച്ച് കുറിക്കുന്ന ക്വസ്റ്റ്യനാണ്. നീ എന്നും പോവാറുണ്ടോ, അവിടെയാണ് ഡു എന്ന ചോദ്യം ചോദിക്കുക. ഡു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചെയ്യുക എന്നാണ്. പക്ഷേ ഡു എന്നുള്ളത് ഒരു ചോദ്യമായി വരുമ്പോൾ ചെയ്യാറുണ്ടോ എന്നുള്ള അർത്ഥം കിട്ടും. പോവാറുണ്ടോ, ഉണ്ടോ, ആവാറുണ്ടോ എന്നുള്ള അർത്ഥം കിട്ടും. നീ പോവാറുണ്ടോ, ഡു യു ഗോ, നീ പോവാറുണ്ടോ. നീ എന്നും കളിക്കോ, ഡു യു പ്ലേ എവറി ഡേ. ഡു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. നീ എന്നും ഉറങ്ങോ, ഡു യു സ്ലീപ്പ് എവറി ഡേ. നീ എന്നും ഹോംവർക്ക് ചെയ്യോ, ഡു യു ഡു യുവർ ഹോംവർക്ക്. പതിവിനെ കുറിച്ചാണ് ഡു എന്ന ചോദ്യം ചോദിക്കുക. ഡു യു വേക്കപ്പ് ഏർലി, നീ രാവിലെ ഉണരാറുണ്ടോ. ഡു യു ബ്രഷ്, നീ പല്ല് തേക്കാറുണ്ടോ. ഡു യു വിയർ ഡ്രസ്, നീ എന്നും ഡ്രസ്സ് ധരിക്കാറുണ്ടോ. ഡു യു ബാത്ത് എവറി ഡേ, എന്നും കുളിക്കാറുണ്ടോ. ഡു യു അറ്റൻഡ് ദ ക്ലാസ്, നീ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ. ഡു യു പ്രാക്ടീസ്, നീ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ. ഡു യു ഏൺ മണി, നീ പണം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പണം സമ്പാദിക്കാറുണ്ടോ. ഡു യു ലുക്ക് ആഫ്റ്റർ ദ ചിൽഡ്രൻ, നീ മക്കളെയൊക്കെ നോക്കാറുണ്ടോ. ഡു യു പ്ലാന്റ് ട്രീസ്, നീ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ടോ. ഡു യു വാട്ടർ ഇറ്റ്, നീ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടോ. ഡു യു ബിൽഡ് ദ ഹൗസസ്, വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളോ. ഒരു എഞ്ചിനീയർ ചോദിക്കുകയാണ്, ഡു യു ബിൽഡ് ദ സ്മാൾ ബഡ്ജറ്റ് ഹൗസസ്, സ്മാൾ ബഡ്ജറ്റ് ഹൗസുകളൊക്കെ ഉണ്ടാക്കാറുണ്ടോ. ഡു യു. എന്നാൽ ഡിഡോ, ഡിഡ് എന്നുള്ള ചോദ്യം നീ ചെയ്തിരുന്നോ, ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ്. യെസ്റ്റർഡേ ഡിഡാണ്, എവരി ഡേ ഡു ആണ്. യെസ്റ്റർഡേ ഡിഡ് യു ഗോ, ഇന്നലെ നീ പോയോ. ഇവിടെയൊക്കെ വെർബ് ഒന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഇന്നലെ നീ പഠിച്ചോ, യെസ്റ്റർഡേ ഡിഡ് യു സ്റ്റഡി. ഇന്നലെ നീ കൊണ്ടുവന്നിരുന്നോ, യെസ്റ്റർഡേ ഡിഡ് യു ബ്രിങ്. യെസ്റ്റർഡേ ഡിഡ് യു ഈറ്റ്, ഇന്നലെ നീ കഴിച്ചോ. യെസ്റ്റർഡേ ഡിഡ് യു ഫിനിഷ് ദ ഹോംവർക്ക്, ഇന്നലെ നീ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ. ഇപ്പോൾ ഡു വന്നാലും ഡിഡ് വന്നാലും വെർബ് വൺ തന്നെയാണ് ഉപയോഗിക്കുക. ഡിഡ് യു വെൻ്റ് എന്ന് ചോദിക്കില്ല, ഡിഡ് യു ഗോ എന്നാ ചോദിക്കുള്ളൂ. അപ്പോൾ ഡൂയും ഡിഡും, ഡു എന്നുള്ളത് എവരി ഡേ ഡു. അപ്പോൾ നമ്മൾ എവരി ഡേ ഡു, യെസ്റ്റർഡേ ഡിഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്.